ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡെഫിനേഷൻസും പ്രോപ്പർട്ടീസുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കേസിൽ ഹോമോജിനസ് അതുപോലെ തന്നെ നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ജനറലൈസേഷൻ ആണ് ആദ്യത്തെ സെക്ഷൻ. ഇതാണ്. അപ്പോൾ ആദ്യം എന്താണ് ഒരു നോൺ ഹോമോജിനസ് nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് നോക്കാം. അതിങ്ങനെയാണ്: n of x into d raised to ny by dx raised to n plus n minus 1 of x into d raised to n minus 1 y by dx raised to n minus 1 plus etc. plus a1 of x into dy by dx plus a0 of x into y equal to g of x. ഇവിടെ a0 of x അതുപോലെ a1 of x എക്സെട്ര n മൈനസ് 1 ഓഫ് എക്സ് n ഓഫ് എക്സ് എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ g ഓഫ് എക്സും എക്സിലുള്ള സിംഗിൾ വേരിയബിൾ എക്സിലുള്ള, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ആയിട്ട് വരുന്ന ഏതെങ്കിലുമൊക്കെയും ഫംഗ്ഷൻസ് ചില കേസുകളിൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് ആയിരിക്കും. ആ ഒരു കേസാണ് നമ്മൾ ഇതുവരെ സെക്കൻഡ് ഓർഡറിലും തേർഡ് ഓർഡറിലൊക്കെയും ചെയ്തുകൊണ്ടിരുന്നത്. കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ഉള്ള ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മളവിടെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നോൺ ഹോമോജിനസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ജനറൽ nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൽ g ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ, അതായത് വൈനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് കിടക്കുന്ന, വൈനെയോ അതിൻ്റെ ഡെറിവേറ്റീവ്സിനെയോ ഡിപ്പെൻഡ് ചെയ്യാണ്ട് കിടക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ 0 ആണെങ്കിൽ അത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇവിടെ ഡി റേസ് ടു എൻ വൈ ബൈ ഡി എക്സ് റേസ് ടു എൻ അത് ഉദ്ദേശിക്കുന്നത് വൈയുടെ nth ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ ആകുമ്പോൾ വൈയുടെ n-1th ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അപ്പോൾ അവിടെ n=2 ആണെന്ന് മാത്രം. അതേപോലെ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്. പിന്നെ ജനറലായിട്ട് ഇതുപോലെ തന്നെ എഴുതി പോകുന്നു. എന്നുള്ളത് ഏത് നമ്പർ വേണമെങ്കിലും ആവാം, അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ കറസ്പോണ്ടിങ് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുക, അതായത് ഈക്വൽ ടു ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ, അവിടെ g ഓഫ് എക്സിനെ മാറ്റിയിട്ട് അതിന് പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന, അപ്പോൾ അത് ഹോമോജിനസ് ആവും. ആ ഒരു ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മുടെ ആദ്യം പറഞ്ഞ നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അസോസിയേറ്റഡ് ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇതൊരു സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് n ഈക്വൽ ടു 2 ആണ്. അപ്പോൾ a2 ഓഫ് എക്സ് എന്നുള്ളത് ഇവിടെ എക്സ് സ്ക്വയർ, an-1 ഓഫ് എക്സ് അതായത് a1 ഓഫ് എക്സ് എന്നുള്ളത് ഇവിടെ 3x, ദെൻ g ഓഫ് എക്സ് എന്നുള്ളത് e റേസ് ടു 4x, വൈയുടെ ടൈം ഇല്ല, a0 ഓഫ് എക്സ് എന്നുള്ളത് 0. അപ്പോൾ ഇതിലെ g ഓഫ് എക്സ് e റേസ് ടു 4x ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്, അതുകൊണ്ട് അത് നോൺ ഹോമോജിനസ് ആണ്. ദെൻ അതിൻ്റെ താഴെ കാണുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ അവിടെ e റേസ് ടു 4xന് പകരം 0 എന്ന് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അത് നേരത്തെ പറഞ്ഞ നോൺ ഹോമോജിനസ് ഇക്വേഷൻ്റെ അസോസിയേറ്റഡ് ഹോമോജിനസ് ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ ചില മെത്തേഡുകൾ പഠിക്കുമ്പോൾ ഒരു നോൺ ഹോമോജിനസ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസോസിയേറ്റഡ് ഹോമോജിനസ് ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിനുശേഷമായിരിക്കും ജനറലായിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ മെത്തേഡുകൾ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക, എന്താണ് അസോസിയേറ്റഡ് ഹോമോജിനസ് ഇക്വേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇനി ഇവിടെ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറമാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നാണ് അതിൻ്റെ പേര്. അതിങ്ങനെയാണ് പറയുന്നത്: ലെറ്റ് y1 y2 എക്സെട്ര yk ബി സൊല്യൂഷൻസ് ഓഫ് ദ ഹോമോജിനസ് nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 2 എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ഈ ഒരു ഇക്വേഷനാണ്, വീണ്ടും അവിടെ എഴുതുന്നില്ല എന്ന് മാത്രം. ഓൺ ആൻ ഇൻ്റർവൽ ആയി, ദെൻ the linear combination y equal to c1 y1 of x plus c2 y2 of x plus etc plus ck yk of x, where c1 c2 etc ck are arbitrary constants, is also a solution on the interval. അതായത് ഈ ഒരു ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ k സൊല്യൂഷൻസ് ആണ് y1 y2 എക്സെട്ര yk എന്ന് വിചാരിക്കുക. നമ്മൾ ഓൾറെഡി സെക്കൻഡും തേർഡും ഓർഡറൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ
നമുക്ക് അവിടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആ ഒരു വേർഡൊന്നും ഇപ്പോൾ ഇവിടേക്ക് ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് 2 ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കിട്ടും. ദെൻ C1y1 ഓഫ് എക്സ് പ്ലസ് C2y2 ഓഫ് എക്സ് ഈ മോഡലിലാണ് നമ്മൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ എല്ലാ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസും സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കൊറോളറി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് അറിയാം, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസും, ഈ വേർഡ് നമ്മൾ ഓൾറെഡി സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, വെക്റ്റർ സ്പേസ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ലീനിയർ കോമ്പിനേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് എടുത്താലും അതെല്ലാം അതിൻ്റെ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇപ്പോൾ y1 y2, അപ്പോൾ y1 നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ 2ൻ്റെ ഒരു സൊല്യൂഷൻ ഉദ്ദേശിക്കുന്നത് വൈക്ക് പകരം ആ y1 റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ y2 മറ്റൊരു സൊല്യൂഷൻ, അങ്ങനെ yk വരെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സൊല്യൂഷൻസ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷൻസ് എടുത്താലും അതെല്ലാം എല്ലാ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസും C1 C2 CK ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ആർബിട്രറി ആയിട്ട് അസൈൻ ചെയ്യാം, അതെല്ലാം ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഇങ്ങനെ ഒരു y ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന എല്ലാ yകളും സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത്. നെയിമുള്ളൊരു തിയറം ആയതുകൊണ്ട് ഓർത്ത് വെക്കണം. നമുക്ക് നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കേസിലും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വരുന്നുണ്ട്. ഇത് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കേസിലുള്ള സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്. ഞാൻ അതിൻ്റെ കൊറോളറി ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ y1 ഓഫ് എക്സ് ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ എല്ലാ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസും സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ വേണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പറയാം, y" പ്ലസ് y ഈക്വൽ ടു 0. ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് y ഈക്വൽ ടു സൈൻ എക്സ്. ഞാൻ y1 ഈക്വൽ ടു സൈൻ എക്സ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് y1' സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, y1" കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്. അപ്പോൾ നമുക്ക് y1" പ്ലസ് y2" അല്ല സോറി y1" പ്ലസ് y1, yക്ക് പകരം y1 കൊടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ y1 ഇതിൻ്റെ സൊല്യൂഷനാണ്. ഇതുപോലെ തന്നെ y2 ഞാൻ മറ്റൊരു ഫംഗ്ഷൻ എഴുതുന്നു കോസ് എക്സ്, അതും ഈ സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. നോക്കിയാൽ അറിയാം കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് വരും, മൈനസ് സൈൻ എക്സിൻ്റെ കോസ് എക്സ് എന്ന് വരും, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 0 എന്ന് കിട്ടും. സോ y2 ഇതിൻ്റെ സൊല്യൂഷനാണ്. ഇനി ഞാൻ 3 ഇൻറ്റു y1 പ്ലസ് മൈനസ് 5 ഇൻറ്റു y2, അപ്പോൾ അതിങ്ങനെ വരും. അപ്പോൾ 3 സൈൻ എക്സ് മൈനസ് 5 കോസ് എക്സ്, ഇതിനെ ഞാൻ y എന്ന് വിളിച്ചു. ഇനി ഇതും ഈ വൈയും ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ y3 എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ y* എന്ന് ഡിനോട്ട് ചെയ്യുന്നു. y* കാണുമ്പോൾ 3 കോസ് എക്സ് പ്ലസ് 5 സൈൻ എക്സ്. ഇനി y*ൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുമ്പോൾ മൈനസ് 3 സൈൻ എക്സ് പ്ലസ് 5 കോസ് എക്സ്. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്താൽ, അതായത് y*" പ്ലസ് y* ചെയ്താൽ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ, ഇപ്പോൾ സൈൻ എക്സ് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഇനി വേണമെങ്കിൽ 10 സൈൻ എക്സ് അല്ലെങ്കിൽ 100 സൈൻ എക്സ് 52 സൈൻ എക്സ്, അങ്ങനെ ഞാൻ ജനറലായിട്ട് പറഞ്ഞ √2 സൈൻ എക്സ് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞെന്ന് മാത്രം. 1/2 കോസ് എക്സ് ഇങ്ങനെ എടുത്തതെല്ലാം ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ് കൊറോളറിയുടെ ആദ്യത്തെ കൊറോളറിയിൽ പറയുന്നത്. y1 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ എല്ലാ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസും സൊല്യൂഷൻ ആയിരിക്കും. ഇനി പറയുന്നത് ഒരു ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന് എല്ലായ്പ്പോഴും ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഹോമോജിനസ് എന്ന് വെച്ചാൽ
ഇതാണ് നമ്മുടെ ഹോമോജൻസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൽ y0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റീവും 0. അപ്പോൾ ഈ ടൈം 0, ഈ ടൈം 0, അങ്ങനെ എല്ലാം 0. അപ്പോൾ ഈക്വൽ ടു 0 തന്നെ കിട്ടും, സൊല്യൂഷനാണ്. അപ്പോൾ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ എല്ലായ്പ്പോഴും സൊല്യൂഷൻ ഉണ്ട്. അതിൻ്റെ ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ് പറയുക. y ഈക്വൽ ടു 0 എന്നുള്ളത് എല്ലായ്പ്പോഴും ട്രിവിയൽ സൊല്യൂഷനാണ്. സോ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല എന്നുള്ളൊരു കേസ് വരുന്നേ ഇല്ല. അപ്പോൾ അത് ട്രിവിയൽ സൊല്യൂഷൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ കൊറോളറിയിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ചെറിയ രണ്ട് റിസൾട്ടുകളാണ്. ഇനി നമ്മൾ സെക്കൻഡ് സെമ്മിൽ വെക്റ്റർ സ്പേസിൻ്റെ അവിടെ ലീനിയർ ഇൻഡിപെൻഡൻസും അതുപോലെ ഡിപെൻഡൻസും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ഫങ്ഷൻസിൻ്റെ കേസിൽ എന്താണ് ലീനിയർ ഡിപെൻഡൻസ് അതുപോലെ ഇൻഡിപെൻഡൻസ് എന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് ഫങ്ഷൻസ് f1 f2 എക്സെട്ര fn ലീനിയർലി ഡിപെൻഡൻറ്റ് എന്ന് പറയണമെങ്കിൽ ഇഫ് there exist constants c1 c2 etc cn not all 0 such that c1 f1 of x plus c2 f2 of x plus etc plus cn fn of x equal to 0 for every x in the interval. അതായത് ഇവിടെ n ഫങ്ഷൻസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്ന് പറയണമെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് n കോൺസ്റ്റൻസ് കിട്ടണം. c1 c2 എക്സെട്ര cn എന്നുള്ള കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സാധിക്കണം. എല്ലാം 0 ആവാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, ഈ കോൺസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻ നമുക്ക് 0 എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ നോൺ സീറോ കോൺസ്റ്റൻസ്, എല്ലാം 0 ആവാത്തത്, ഏതെങ്കിലുമൊക്കെ 0 ആയതുകൊണ്ട് കുഴപ്പമില്ല, മിനിമം ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് 1 നോൺ സീറോ കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കണം, കോൺസ്റ്റൻറ്റ് ഉണ്ടായിരിക്കണം. എന്നിട്ട് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ 0 എന്നും കിട്ടണം. അങ്ങനെ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർവെല്ലിൽ, അങ്ങനെ എല്ലാ എക്സിനും, ഏതെങ്കിലും എക്സിനും എല്ലാ ഇൻ്റർവെല്ലിലുള്ള എല്ലാ എക്സിനും ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ആ കോൺസ്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. അല്ലാണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എന്തിൻ്റെയോ ലീനിയർ കോമ്പിനേഷൻ കണ്ടപ്പോൾ നമുക്കിപ്പോൾ 2 sin x മൈനസ് 3 sin x മൈനസ് 3 into sin x മൈനസ് cos x ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് x ഈക്വൽ ടു π/4 0 ആണ്. അപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു എക്സിന് 0 കിട്ടിയതുകൊണ്ട് നമുക്ക് കാര്യമില്ല. എല്ലാ എക്സിനും നമുക്ക് ഉത്തരം 0 എന്ന് കിട്ടുന്ന വിധത്തിൽ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫങ്ഷൻ, അപ്പോൾ ആ സെറ്റ് ഓഫ് ഫങ്ഷൻസിനെ നമ്മൾ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്ന് പറയും. നമുക്കൊരു കാര്യം, ഈ നോട്ട് ഓൾ 0 എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ കോൺസ്റ്റൻസും 0 ആണെന്ന് വിചാരിക്കുക. c1 c2 എല്ലാം 0. അപ്പോൾ 0 into f1 of x plus 0 into f2 of x plus etc 0 into fn of x. അപ്പോൾ എന്തായാലും 0 തന്നെ കിട്ടുക. അപ്പോൾ എല്ലായ്പ്പോഴും അതിന് ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്. ട്രിവിയൽ എന്നാണ് അതിന് പറയുക. എല്ലാം 0 ആണെങ്കിൽ എന്തായാലും ലീനിയർ കോമ്പിനേഷൻസും, എല്ലാ കോൺസ്റ്റൻസും 0 ആണെങ്കിൽ ലീനിയർ കോമ്പിനേഷനും 0 ആണ്. അപ്പോൾ അതെല്ലായ്പ്പോഴും പോസിബിൾ ആണ്. അതല്ലാണ്ട് ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നോൺ 0 ആയിട്ട് വരുന്നത് ഉത്തരം നമുക്ക് 0 എന്ന് കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലാണ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്, അല്ലാത്ത കേസിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ അവിടെ വെക്റ്റർ സ്പേസിൽ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. ചിലപ്പോൾ ഈ ഡെഫിനിഷൻ ആയിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. സെറ്റ് ഓഫ് ഫങ്ഷൻസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഓൺ ആൻ ഇൻ്റർവെൽ if the only constants for which c1 f1 of x plus c2 f2 of x plus etc plus cn fn of x equal to 0 for every x in the interval are c1 equal to c2 equal to etc equal to cn equal to 0. അതായത് എന്തായാലും ഈ എല്ലാ കോൺസ്റ്റൻസും 0 ആണെങ്കിൽ കോമ്പിനേഷൻ 0 തന്നെ ആയിരിക്കും. അതല്ലാണ്ട് വേറെ പോസിബിലിറ്റി ഒന്നുമില്ല. c1 c2 വേറെ വാല്യൂസ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഉത്തരം ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയാകും പഠിച്ചിട്ടുണ്ടാവുക, c1 fn of x plus c2 f2 of x plus etc plus cn fn of x equal to 0 implies c1 equal to c2 equal to etc equal to cn equal to 0. ഇങ്ങനെയായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ ആ ഫങ്ഷൻസ്, സെറ്റ് ഓഫ് ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, അല്ലാത്ത കേസിൽ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. സോ രണ്ട് കേസിലും പറയാവുന്നതാണ്, രണ്ട് തരത്തിലും പറയാവുന്നതാണ്. ഇനി ഇത് രണ്ട് ഫങ്ഷൻസിൻ്റെ കേസിലാവുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടിയും പറയാറുണ്ട്. രണ്ട് ഫങ്ഷൻസ് വെക്ടേഴ്സിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. രണ്ട് ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നെയ്തർ ഈസ് എ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് ദ അതർ ഓൺ ആൻ ഇൻ്റർവെൽ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷൻ്റെ
കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ ആ രണ്ട് ഫംഗ്ഷൻ n = 2 f1 f2 അങ്ങനെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ കേസാണ് പറയുന്നത്. ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ രണ്ട് ഫംഗ്ഷൻസും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ആദ്യത്തെ ഒരു എക്സാമ്പിളായിട്ട് f1 എന്നുള്ളത് sin x cos x, f2 sin 2x. സോ ട്രിഗണോമെട്രി അറിയാവുന്ന ആൾക്ക് അറിയാം ഇവരെ ഇതിലൊരെണ്ണം മറ്റൊന്നിൻ്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണ്. f1 f2ൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ f2 f1ൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണ്. അതിന് നമുക്ക് ട്രിഗണോമെട്രിയിലത്തെ ഐഡൻറ്റിറ്റീസ് അറിയണം. കാരണം sin 2x എന്താണ്? 2 sin x cos x ആണ്. അപ്പോൾ f2 എന്നുള്ളത് 2 × f1 ആണ്. അതല്ലെങ്കിൽ f1 എന്നുള്ളത് 1/2 × f2 ആണ്. അപ്പോൾ ഒരെണ്ണം മറ്റൊന്നിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. LD ഞാൻ ഷോർട്ടായിട്ട് ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇവർ രണ്ടാളും f1 f2 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ f1 = x ഉം f2 = mod x ഉം ഇൻ്റർവെല്ലിൽ എടുക്കുന്നത് -∞ to ∞ ആണ്. അപ്പോൾ ഈ കേസിൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഇത് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുമ്പോൾ =x when x > or = 0, -x if x <0. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ഈ ഇൻ്റർവെല്ലിൽ f1ൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 0 to ∞ ആണ് നമ്മുടെ ഇൻ്റർവെൽ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 0 ഇൻക്ലൂഡഡ്, എന്തായാലും കുഴപ്പമില്ല. 0 to ∞ ആണ് നമ്മുടെ ഇൻ്റർവെൽ I എന്നുണ്ടെങ്കിൽ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം രണ്ടും സെയിം ആണ്. f1 = x എന്നും f2 0 to ∞ mod x എന്നുള്ള x ആണ്. ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണ്. ഇനിയിപ്പോൾ -∞ to I1 I2 -∞ to 0 ആണെങ്കിലും സെയിം കണ്ടീഷൻ തന്നെയാണ് നമുക്ക് വരിക. f1 x ഉം f2 -x ആണ് ആ കേസിൽ വരിക. പക്ഷേ f1 × -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് f2 കിട്ടും, അല്ലെങ്കിൽ തിരിച്ച്. അപ്പോൾ ഈ കേസിലും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, ഈ കേസിലും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ ഇങ്ങനെയാണ് നമ്മുടെ ഇൻ്റർവെൽ എന്ന് എടുക്കുന്നതെങ്കിൽ നമുക്ക് f1ൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണ്. f1 × ഒരു നമ്പർ ചെയ്താൽ f2 ഈ ത്രൂ ഔട്ട് ഐയിൽ ഇങ്ങനെ കിട്ടണം, അതില്ല. നമുക്കിതിനെ രണ്ട് പാർട്ടായിട്ട് എഴുതാം. അങ്ങനെ എഴുതിയാൽ പോരാ, ഒരു ഫിക്സഡ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റണം. അതുകൊണ്ട് 0 to ∞ -∞ to 0 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഇൻ്റർവെല്ലിനും അത് ഡിപ്പെൻഡ് ചെയ്യും. ഈ ഇൻ്റർവെല്ലിൽ ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഞാൻ മറ്റൊരു എക്സാമ്പിളും കൂടി എഴുതുന്നു. 4 ഫംഗ്ഷൻസിൻ്റെ കേസാണ്. f1 = cos² x, f2 = sin² x, f3 = sec² x, f4 = tan² x. 4 ഫംഗ്ഷൻസ് ഉണ്ട്. ഇവരെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ട്രിഗണോമെട്രി അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. C1 = അതായത് നമുക്ക് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്: C1 f1 + C2 f2 + C3 f3 + C4 f4 = 0 എന്ന് കിട്ടണം. എല്ലാം 0 ആവാൻ പാടില്ല. C1 C2 C3 C4 എല്ലാം 0 ആവാൻ പാടില്ല. ഏതെങ്കിലും 0 ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കുന്നു: C1 1, C2 1, C3 -1 C4 1 തന്നെ എടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും: 1 × C1 f1 എന്നുള്ളത് 1 × cos² x + 1 × sin² x + -1 × sec² x + 1 × tan² x. നമുക്കറിയാം 1 × cos² x ഇത് sin² x, cos² x + sin² x 1 ആണ്. ഇത് രണ്ടും കൂടി ചേർന്ന് 1 ആകും. പ്ലസ് tan² x, ഞാൻ ലാസ്റ്റ് ടൈം എഴുതിയതാണ്, -sec² x. ഇത് രണ്ടും കൂടി 1, ഈ tan² x ഇവിടെ എഴുതി, -sec² x കൂടെ എഴുതി. ഇനി നമുക്കറിയാം 1 + tan² x അടുത്ത ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ആണ്, അത് sec² x ആണ്. 1 + tan² x sec² x ആണ്. സോ sec² x - sec² x 0 എന്ന് കിട്ടും.
അപ്പോൾ കോഎഫിഷ്യൻസ് എല്ലാം 0 അല്ല, അതിപ്പോൾ എല്ലാം നോൺ സീറോ ആണ്, അങ്ങനെ വേണമെന്നില്ല. ഏതെങ്കിലും ഒരാളെങ്കിലും നോൺ സീറോ വന്നാൽ മതി. ലീനിയർ കോമ്പിനേഷൻ നമുക്ക് 0 എന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇത് ഏത് ഇൻ്റർവെല്ലിൽ എടുത്താലും നമുക്ക് പറയാവുന്നതാണ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയും എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. ഇത് ഇനി വേറൊരു മെത്തേഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇത്ര ബുദ്ധിമുട്ട് ഇത് ചിലപ്പോൾ എല്ലാവർക്കും ആർബിട്രറി ആയിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമായിട്ട് തോന്നാറില്ല. ഈ കേസിൽ തന്നെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് അറിയണം. ഇതൊന്നും അറിയാണ്ട് എങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ നോക്കാനുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.